സൗണ്ട് ഉണ്ടോ? ഹലോ ഹലോ ചെങ്ങായിമാരെ, ഷെഫീഖ് പറോടാണ്. നമ്മുടെ പുതിയ സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെയാണ്, ഒറ്റപ്പാലത്താണ് കേട്ടോ. ഈ കാണുന്ന ഒരു വീട് കണ്ട, ഈ ഒരു വീടിന്റെ ഉള്ളിൽ ഒരു സ്റ്റെയറിന്റെ വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഗേറ്റ് കാര്യങ്ങള്, ഗ്രില്ലുകള്, അതുപോലെ ഈ ഒരു ഓപ്പൺ ഏരിയയിൽ ഒരു ഗ്രില്ല്, അതുപോലെ തന്നെ ഉള്ളില് കിച്ചന്റെ അവിടെ ഗ്രില്ലുകൾ, ഈ ഒരു യുപിസിന്റെ ഡോറുകൾ വരുന്നുണ്ടല്ലോ, അതില് ഗ്രില്ലുകൾ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് വർക്കുകൾ ഇറക്കുന്നുണ്ട് കേട്ടോ. നേരെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലേ, നേരെ ഉള്ളിലേക്ക് കയറി വന്നു കഴിഞ്ഞാല് ഇതാണ് നമ്മുടെ സ്റ്റെയർ വരുന്നത്. ഒരു സിംഗിൾ റണ്ണർ കൊടുത്തിട്ടേ കോൺക്രീറ്റിൽ തന്നെ വാർത്തിട്ട് സെറ്റ് ചെയ്തിട്ടേക്കാണ്. ഏകദേശം ഒരു ഒരടിയോളം വീതി വരുന്നുണ്ട്. നമുക്ക് സ്റ്റെപ്പ് ഒരു 10 ഇഞ്ചോളം കിട്ടും കേട്ടോ. ബാക്കി ഉള്ളിലേക്ക് തള്ളിയിട്ടാണ് വരുന്നത്. ഇതിന്റെ സൈഡ് തന്നെ നമ്മൾ സാധാരണ ചെയ്യില്ല. അതുപോലെ തന്നെ സൈഡിൽ ഒരു സ്റ്റെപ്പിൽ 3 വരുന്ന രീതിക്ക് സെറ്റ് ചെയ്തെടുക്കുക. ടോപ്പില് 2 ഗ്രണ്ട് 1 2 3 4 5 6 7 നേരെ കയറി ലാൻഡിങ് 8 9 10 11 12 13 കഴിഞ്ഞാൽ ലാൻഡിങ് ആയി. ഒരു ലാൻഡിങ്ങിലേക്ക് കയറി കഴിഞ്ഞാല് പിന്നെ 1 2 3 3 സ്റ്റെപ്പ് ഉണ്ട് കയറി കഴിഞ്ഞാല് പിന്നെ മൊത്തത്തിലൊരു ഹോൾ ആയിട്ടാ ലാൻഡിങ് ആയി. ഇവിടുന്ന് ഇങ്ങോട്ട് നേരെ തിരിഞ്ഞിട്ടേ ഇതിലേക്ക് കൊണ്ടുവന്ന് നിർത്തും. ഇതിലേക്ക് ഈ റെയിലിനെ നേരെ ഇതിൽ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് നേരെ മുകളിലേക്ക് ഒരു 8 അടി ഗ്യാപ്പ് വരുന്നുണ്ട്. ഇവിടെ ഇരിക്കുമ്പോഴും അങ്ങോട്ട് മറിയാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടേ ഏറ്റവും മുകളിലേക്ക് ഇതേ സെയിം 2 ഗ്രണ്ടിന്റെ റെയിലിനെ നേരെ കൊണ്ടുവരാൻ വീതിക്ക് ഒരു 20 ഇഞ്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്യാം. മൊത്തത്തിൽ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് ഇതിലൊരു CNC കട്ടിങ്. അതുപോലെ തന്നെ ഇവിടുന്ന് നേരെ വന്നു കഴിഞ്ഞാല് നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാലേ ഇതില് റെയില് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഒരു റെയില് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പോളികാർബണോ ഗ്ലാസ് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചെയ്തെടുക്കണം. ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ റൂമിലും ഇതുപോലെ തന്നെ ഓരോ ജനലുകൾ വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഓരോ ഗ്രില്ലുകൾ സെറ്റ് ചെയ്യണം. പിന്നെ അതിന്റെ പുറത്ത് ഈ ഒരു സൈഡ് വരുന്നുണ്ട്, കിച്ചന്റെ സൈഡ് വരുന്നുണ്ട്. ആ സൈഡിൽ ഷീറ്റ് ഇറക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികൾ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ മൊത്തം സാധനങ്ങൾ വരുന്നുള്ളൂ കേട്ടോ. നമ്മളിപ്പോ സ്റ്റെയറിന്റെ വർക്ക് മാത്രമാണ് കാര്യമായിട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റെയറിന്റെ വർക്ക് ഇപ്പൊ നിർബന്ധമാണ്. അപ്പൊ റെയിലിംഗ് ചെയ്തെടുത്തിട്ട് നമ്മൾ പോകും. പിന്നെ പുത്തനത്താണി ഒരു വർക്ക് ചെയ്യാനുണ്ട്, വളാഞ്ചേരി ഒരു വർക്ക് ചെയ്യാനുണ്ട്. ഏറ്റെടുത്ത വർക്കുകളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, കോളുകൾ എടുക്കാൻ പറ്റിയിട്ടില്ല. കുറെ പ്രശ്നങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് തീർക്കണം. ഇപ്പൊ തൽക്കാലം ഈ ഒരു അർജന്റ് കേസ് ചെയ്ത് കൊടുക്കുക, ഫിനിഷിങ് ആക്കുക. ഇതിലൊക്കെ ഇതിപ്പോ വർക്ക് ഏരിയ ആണ് കേട്ടോ. ഒരു കിച്ചന്റെ സൈഡാണ് വരുന്നത്. ഇവിടെയൊക്കെ ഒരു സ്ലൈഡിംഗ് ഡോർ ചെയ്തേക്കാണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു പുറഭാഗത്ത് ഇവിടെ മൊത്തം മറച്ചിട്ട് ഷീറ്റ് ഇട്ടിട്ട് ഗ്രില്ലിട്ട് സേഫ് ആക്കി കൊടുക്കാനുണ്ട്. അതേപോലെ തന്നെ എല്ലാ റൂമിലും അതുപോലുള്ള ഡോറുകളാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കണ്ട ഫുൾ ഓഫ് സ്ലൈഡിംഗ് ഡോറുകളാണ് ചെയ്തിട്ടുള്ളത്. ഇത് തുറക്കുക, മോനെ ലോക്ക ഓക്കെ, അത് തുറക്കണ്ട. അപ്പൊ അങ്ങനെ കണ്ട കിടക്കുന്നത്. അതേപോലെ തന്നെ ഈ ഹോളിൽ കണ്ട ഇവിടെയും കിടക്കുന്നുണ്ട്. അതേപോലെ വിൻഡോ ചെയ്തെടുക്കണം. നമ്മുടെ സ്ക്വയർ ആർഡ് വെച്ചിട്ടേ ഹോറിസോണ്ടലായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഒരു 4 ഇഞ്ച് ഗ്യാപ്പിന് അതിലും ചെയ്തെടുക്കണം. ഇത് റെയിൽ ചെയ്തെടുക്കണം. അങ്ങനെ ഫുള്ള് പരിപാടികൾ കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ എല്ലാം കഴിഞ്ഞുള്ള വിഷയം വരുന്നതായിരിക്കും. ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.